സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകളും കയ്യയച്ച് നിങ്ങൾ അയയ്ക്കുക. അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകുക. പരമാവധി ഈ ചാനൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ അന്തർധാരകളും ഒക്കെയാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലം കേരളം വലിയ ആഘോഷമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തി. ഇന്ന് അതുമായി ബന്ധപ്പെടുത്തി വളരെ രസകരമായൊരു വാർത്ത വരുന്നത്, ഇന്നലെ രാജീവ് ചന്ദ്രശേഖറിനെ കാണാൻ ഈ അറസ്റ്റിലായ കന്യാസ്ത്രീകളും അവരെ മഠത്തിലെ മറ്റ് കന്യാസ്ത്രീകളും വന്ന് വിശദമായി അടച്ചിട്ട മുറിയിൽ കുറേ അധികം സമയം സംസാരിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മാപ്രകൾക്കും മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിനെ വഷളാക്കി വടക്കാക്കി തനിക്കാക്കാൻ നടന്ന ജോൺ ബ്രിട്ടാസുമാരും റഹീംമാരും ബൃന്ദ കാരാട്ടുമാരും അതുപോലെയുള്ള ശ്രീമതി ടീച്ചർമാരും നമ്മുടെ സുജാതയും അതുപോലെ പോയി വേണ്ട ബഹളമുണ്ടാക്കിയ ടീമുകളെല്ലാം ഇപ്പോൾ എന്തു പറയുന്നു എന്നുള്ളത് ഗോവിന്ദ മാഷും എല്ലാവരും. ഇതിൽ ഏറ്റവും ബുദ്ധിമാനാരെന്ന് വെച്ചാൽ പിണറായി വിജയനാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പറഞ്ഞില്ല, കന്യാസ്ത്രീകളെ വിട്ടത് പറഞ്ഞില്ല, BJP പങ്കെടുത്തത് പറഞ്ഞില്ല, BJP ഇടപെട്ടത് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വളരെ ഇടയ്ക്ക് എന്തോ ഒരു വാർത്ത അവരെ വിടണമെന്നങ്ങനെ പറഞ്ഞല്ലാതെ വേറെ ഒന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹം ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ്. അതേസമയം ബാക്കിയുള്ളവരെല്ലാം ബഹളം ഉണ്ടാക്കിയവരെല്ലാം ഔട്ട്, രാജീവ് ചന്ദ്രശേഖർ ഇൻ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വളരെ കൃത്യമായി ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടന്നു. തീർച്ചയായിട്ടും കന്യാസ്ത്രീകൾ കാണിക്കുന്നതൊരു നന്ദിയാണ്. നന്ദികേട് കാണിക്കാൻ പാടില്ല. പാമ്പ്ളാനി അച്ഛൻ പിതാവ്, തലശ്ശേരി പിതാവ് അത് കൃത്യമായി പറഞ്ഞു. സീറോ മലബാർ സഭക്കാർ പറഞ്ഞു, കത്തലിക് ബിഷപ്പുകാർ പറഞ്ഞു, ബിലീവേഴ്സ് ചർച്ചുകാർ കേക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ വളരെ കൃത്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അത് BJPക്ക് ഗുണം ചെയ്യുമില്ലേ, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുക, അതൊക്കെ വേറെ വിഷയം. എന്തായാലും കന്യാസ്ത്രീ വിഷയത്തിൽ ഗോൾ അടിച്ചത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ആ ഗോള് അടിച്ചതിൻ്റെ വിജയത്തിൽ അദ്ദേഹത്തെ വീണ്ടും കാണുവാൻ കന്യാസ്ത്രീകൾ എത്തിരിക്കുമെന്ന് പറയുന്നത് ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും നടക്കട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങട്ടെ.